ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2224. ഇന്ന് ഫെബ്രുവരി മാസം 1-ാം തീയതി. ഈ ആണ്ടിലെ 32-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. 3 നോമ്പ് കഴിഞ്ഞു. ഇനി വലിയ നോമ്പ് വരികയാണ്. അതിനിടയിൽ 2 പ്രധാനപ്പെട്ട ഞായർ ദിനങ്ങളുണ്ട്. അതിലാദ്യത്തേതാണ് ഇന്നത്തേത്. കൊഹനെ ഞായർ എന്നാണ് അറിയപ്പെടുക. പട്ടക്കാരുടെ ഞായർ. വാങ്ങിപ്പോയ പിതാക്കന്മാരെ, വാങ്ങിപ്പോയ പുരോഹിതരെയുമൊക്കെ സഭ ആദരവോടെ ഓർക്കുന്ന ദിനമാണ്. മരിച്ചവരെ ഓർക്കുന്നത് എന്തിനാണ്? അതൊരു കൃതജ്ഞത കൂടിയാണ്. ഒപ്പം ഒരു അവബോധത്തിലേക്ക് കൂടി നമ്മൾ പതിയെ മുങ്ങി താഴ്ന്നാണ്. എന്ത്? ഞാനും മരിക്കാനുള്ള ഒരാളാണ്. ഇപ്പോൾ ജീവനുണ്ടോ? എപ്പോൾ വേണമെങ്കിലും ആ ജീവൻ ഉടയവനിലേക്ക് മടങ്ങിപ്പോകാം. അതിനകത്ത് ഉടയവനൊരു അധികാരമുണ്ടെന്നുകൂടി ഞാൻ എന്നെ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവസം കൂടിയാണ്. പുരോഹിതരെയൊക്കെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. പൊതുവെ അതിങ്ങനെ മൺമറഞ്ഞു പോയ, മരിച്ചുപോയവരെ മാത്രമാണ് നമ്മൾ ഈ ദിനം ഓർക്കുക. അവരെയും ഓർക്കേണ്ടതാണ്. അവരെ ഓർത്താണ് തുടങ്ങേണ്ടത്. പക്ഷെ അത് ആണ്ടിൽ ഒരു ദിവസം മാത്രം പോരാ കേട്ടോ. ആണ്ടിലെ മുഴുവൻ ദിനങ്ങളും അവരെ ഓർക്കാനായിട്ട് കൂടിയുള്ള ഒരു ട്രെയിനിങ് ആണ് ഇങ്ങനെയൊരു വേർതിരിക്കപ്പെട്ട ദിവസത്തിലൂടെ. എല്ലാ ദിവസവും അവരെ ഓർക്കേണ്ടതാണ്. 2, അവരെ ഓർക്കുമ്പോൾ ഇങ്ങനെ കടന്നുപോയവരെ മാത്രം ഓർത്ത പോരാ എന്നുകൂടി നമ്മൾ ഓർക്കണം. ജീവിച്ചിരിക്കുന്ന പുരോഹിതരെയും പിതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് എന്തുമാത്രം ഉത്തരവാദിത്വമുണ്ട്. ഒരു ദൈവിക പ്രകാശം കൊണ്ട് നിറയാനായിട്ട്, ദൈവത്തിൻ്റെ ചാരത്തായിരിക്കാനൊക്കെ ആയിട്ട് ഞങ്ങളെ ഓർത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഈ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, പൗരോഹിത്യം എന്ന തെരഞ്ഞെടുപ്പ്. അത് അവരവരുടെ യോഗ്യതയോ ഒരുക്കമോ ദൈവം കണ്ടിട്ട് തൃപ്തിപ്പെട്ടിട്ടല്ല. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൃത്യമായിട്ടും പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, മറിച്ച് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. അത് എൻ്റെ യോഗ്യത കണ്ടിട്ടോ, എൻ്റെ ഒരുക്കത്തിൽ തൃപ്തിപ്പെട്ടിട്ടോ, എൻ്റെ പ്രാർത്ഥനയിൽ പ്രസാദിച്ചിട്ടോ ഒന്നുമല്ല. എനിക്കിപ്പോഴും അജ്ഞാതമായ, പിടുത്തം കിട്ടാത്ത എന്തൊക്കെയോ കാരണങ്ങളാൽ എന്നെ അവിടുന്ന് പിടികൂടി. അതുകൊണ്ട് തന്നെ എൻ്റെ താഴ്ചകളും ഉയർച്ചകളും വീഴ്ചകളും എഴുന്നേൽപ്പും ഒക്കെ ആ ദൈവത്തിൻ്റെ കൃപയും കരവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് ഭൂമിയിലെല്ലാ പുരോഗതിയും എത്തപ്പെടട്ടെ. വലിയ അവകാശവാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല, പ്രാധാന്യവുമില്ല. മറിച്ച് വാപത്തി വിനയപൂർവ്വം സന്നദ്ധിയിൽ നമ്മൾ നിൽക്കുക. ഇത് അവിടുത്തെ ദാസനാണ്. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാനായിട്ട് യജമാനൻ നിയമിച്ച ദാസനാണ്. അങ്ങനെയാണ് വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 24-ാം അധ്യായം പഠിപ്പിക്കുന്നത്. യജമാനന്റെ അഭാവത്തിൽ യജമാനൻ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ അപ്രകാരം വീട്ടുകാരോട് പെരുമാറുക. അതിന് യജമാനൻ ആഗ്രഹിക്കുന്ന ക്വാളിറ്റി വിശ്വസ്തതയും വിവേകവുമാണ്. എന്നോ എപ്പോഴോ തിരക്കുകൾക്കിടയിലാവാം, അശ്രദ്ധ കൊണ്ടാവാം, അഹന്ത കൊണ്ടാവാം. നഷ്ടപ്പെടുത്തിയതും ഈ ഗുണങ്ങൾ തന്നെയായിരുന്നു. വിശ്വസ്തതയും നഷ്ടപ്പെട്ടു, വിവേകവും നഷ്ടപ്പെട്ടു. പ്രാർത്ഥിക്കണേ. ആമേൻ.